യാസർ പുഷ, ഞാൻ എത്ര ദിവസമായി നിങ്ങളോട് ഒരു വാഷിംഗ് മെഷീൻ മേങ്ങിത്താ പറയുന്നത്. ഇവിടെ നനച്ച് നടുവൊഴിഞ്ഞു. ഞങ്ങൾക്ക് ആകെ ചെറിയ ശമ്പളമല്ലേ ഉള്ളൂ. അതിൽ ഞാൻ എന്തെല്ലാം ആക്കേണ്ടത്? കറണ്ട്, ഫോണ്, പച്ചക്കറി, മീന്, പാല്, അങ്ങനെ എല്ലാം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സെറ്റായിട്ട് വരുന്നില്ലാന്ന്. ആകെ ഒരു മാസത്തിൽ 1000 രൂപ വാക്കിയാന്ന്. ഞാൻ ഒരു കാര്യം ചെയ്യാം, 1000 രൂപ നിന്റെ അല്ലേരാ. നീ അത് ഒരു കൊല്ലം എടുത്ത് വെച്ചിട്ട് 12000 രൂപ അല്ലേ? നീ അതെടുത്തിട്ട് വാഷിംഗ് മെഷീൻ മേങ്ങും. ഒരു കൊല്ലം വരെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ നിങ്ങൾ 1000 രൂപ അത് അങ്ങനെ ഇങ്ങനെ ചെലവായിട്ട് അടുത്ത മാസം എന്തുണ്ടാവില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങനെ എടുത്തേ പൈസ, എന്നിട്ട് ഒരു കൊല്ലം നിങ്ങൾ എന്നെ മേങ്ങി തന്നാ കൈ. നിന്റെ ഒരു മാസം ബാക്കി ഉണ്ടാവല്ലോ, എന്റെ അപ്പന് തീരും. അപ്പൊ പിന്നെന്താക്കുന്നു? അതിന് നല്ല ബൈൻഡറാ സർപ്പു, ഞാൻ പറഞ്ഞുതരാ. എന്താ വെച്ചാ വേടാ, നീ മാസത്തിൽ 1000 രൂപ വളയിൽ കൊടുക്കണ്ട. നല്ലൊരു സ്കീമുണ്ട്, നീ അതിൽ കൂട്. മാസത്തിൽ 1000 രൂപ വെച്ചിട്ട് 12 മാസം പൈസ കൊടുക്കണം. 12 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ കിട്ടും. അത് മോശമില്ലല്ലേ? വാഷിംഗ് മെഷീൻ മാത്രമല്ല, സാധനം എന്തെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ട വാഷിംഗ് മെഷീൻ അല്ലേ? പക്ഷെ ഇതല്ല, അതിന്റെ മെയിൻ വേറെ എന്തെല്ലാം സംഭവം ഉണ്ട്. എന്ത്? എല്ലാ മാസവും നറുക്കെടുപ്പുണ്ട്. നറുക്കെടുപ്പിൽ കാറല്ലേ കിട്ടുന്നത്. കാറുണ്ടോ? ആ കാറുണ്ടല്ലോ. കാറുണ്ടോ? നെറുക്കെടുപ്പില് വാഷിംഗ് മെഷീൻ കിട്ടില്ലേ? കാറിനേക്കാളും വലുതാ വാഷിംഗ് മെഷീൻ. കാറിലെങ്കിൽ തുണി എനിക്ക് അയ്യോ, അനക്ക് വാഷിംഗ് മെഷീൻ എല്ലാം അതിന് പ്രാന്ത്. കാറിന്റെ ബല അറിയാത്തോളൂ. അല്ല, 12 മാസം 12 കാറാ. അത് മാത്രം ബുള്ളറ്റും സ്കൂട്ടറും പൊന്നലുണ്ടാ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നമ്പർ താ, ഞാൻ ഇപ്പന് കൂട്ട്. മോളുണ്ട്, കുറച്ച് അപ്പലുണ്ടല്ലോ. മോള് നേരെ നോക്കടാ. സ്മാർട്ട് പ്ലാനറ്റ് കണ്ടാ? ഞാൻ ഇപ്പനെ വിളിച്ചിട്ട് കൂടാ. അപ്പൊ ചങ്ങായിമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇതൊരു സ്കീമാണ്, അല്ലാതെ വെറും ഒരു ലക്കി ഡ്രോ മാത്രമല്ല. ഇതിൽ നിങ്ങൾ അടക്കുന്ന പൈസ എവിടെയും പോകുന്നില്ല.